മധ്യ ഗാസയിൽ അൽമോഗ് മേയർ ജാൻ, ആൻഡ്രേ ക്ലോസോവ്, ഷ്ലോമി സിവ്, നോവ അർഗമണി എന്നീ 4 ബന്ദികളെ രക്ഷിക്കാനുള്ള ഓപ്പറേഷനിടെ കൊല്ലപ്പെട്ട തീവ്രവാദ വിരുദ്ധ പോലീസ് ഉദ്യോഗസ്ഥനായ അർണോൺ സ്മോറയുടെ ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ ജെറുസലേമിലേക്ക് ഒഴുകിയെത്തിയത് ആയിരങ്ങളാണ്. ഹമാസ് ഗാസയിൽ ബന്ദികളാക്കിയവരുടെ കുടുംബാംഗങ്ങളും അക്കൂട്ടത്തിലുണ്ടായിരുന്നു. എലൈറ്റ് യമാം തീവ്രവാദ വിരുദ്ധ യൂണിറ്റിലെ ഉദ്യോഗസ്ഥനായ സ്മോറ ഓപ്പറേഷനിടെ ബന്ദികളിൽ 3 പേരെ രക്ഷിച്ചു കൊണ്ടുവരുമ്പോൾ ഭീകരരുടെ വെടിയേറ്റ് അദ്ദേഹത്തിന് ഗുരുതരമായി പരിക്കേറ്റു. ഇസ്രായേലിലെ ആശുപത്രിയിലെത്തിച്ച ഉടൻ തന്നെ അദ്ദേഹം മരണത്തിന് കീഴടങ്ങി. തുടർന്ന് അദ്ദേഹത്തിന്റെ ബഹുമാനാർത്ഥം ഓപ്പറേഷൻ അർണോൺ എന്ന് ഈ ഓപ്പറേഷനെ പുനർനാമകരണം ചെയ്തു. ജെറുസലേമിലെ മൗണ്ട് ഹെർസൺ സൈനിക സെമിത്തേരിയിൽ അർണോണിന്റെ മൃതദേഹം വഹിച്ചുള്ള വിലാപയാത്ര എത്തുന്നതിന് മുമ്പ് തന്നെ സമീപ പട്ടണമായ മെവാസറേറ്റ് സിയോണിലെ സ്മോറ കുടുംബത്തിന്റെ വീട്ടിന് പുറത്ത് ഇസ്രായേൽക്കാർ നിരന്നു. ആദരാഞ്ജലിയായി ഇസ്രായേലിന്റെ പതാകയും ആളുകൾ വീശി. ഇസ്രായേൽ പോലീസിനെ പ്രതിനിധീകരിച്ച് പോലീസ് കമ്മീഷണർ കോബി ഷബ്ദായി ആദരാഞ്ജലി അർപ്പിച്ചു. അവൻ എൻ്റെ മാത്രമല്ല, ഒരു രാജ്യത്തിൻ്റെ മുഴുവൻ ഹീറോയാണ് എന്ന് സെമിത്തേരിക്കുള്ളിൽ വെച്ച് സ്മോറയുടെ അമ്മ റൂട്ടി തൻ്റെ മകനെക്കുറിച്ച് കരഞ്ഞുകൊണ്ട് പറഞ്ഞു. അത് കേട്ടുനിന്ന ഏവരുടെയും നെഞ്ചുലച്ചു. ആകാശമാണ് അതിരെന്ന് കരുതിയിരുന്ന വ്യക്തിയായിരുന്നു എൻ്റെ മകനെന്നും എപ്പോഴും ധൈര്യത്തോടെ പ്രവർത്തിച്ച മകൻ എല്ലാ പോരാളികൾക്കും മാതൃകയാണെന്നും അർണോണിൻ്റെ അമ്മ പറഞ്ഞു. അർണോൺ ഒരു മാതൃകാ പുരുഷനായിരുന്നുവെന്നും മികച്ച ഭർത്താവും ഒരു നല്ല പിതാവായിരുന്നുവെന്നും അദ്ദേഹത്തിൻ്റെ ഭാര്യയും അനുസ്മരിച്ചു. പ്രതിവാര മന്ത്രിസഭാ യോഗത്തിനിടെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും അർണോണിന് ആദരാഞ്ജലി അർപ്പിച്ചു. നമ്മുടെ ജനതയുടെ ചരിത്രത്തിൽ അർണോൺ എന്നെന്നും ഓർമ്മിക്കപ്പെടുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.